പിന്നീട് ഇതുവരെ പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തതും അച്ഛൻ എനിക്ക് തന്ന പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തതാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളടുത്ത് പറഞ്ഞിരുന്നല്ലോ നേരത്തെ, അതായത് ആസ് ഓഫ് നൗ 2025 ഇന്ന് ഏപ്രിൽ മാസമാകുമ്പോൾ ഇതുവരെ 22,000 പിള്ളേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈവൻ മോർ ദാൻ ദാറ്റ്. അത് ഓൺലൈനും ഓഫ്ലൈനുമായിട്ട്. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ബൾക്ക് സ്റ്റുഡൻസും ഓൺലൈനായിട്ടാണ് 20,000 സ്റ്റുഡൻസ് ത്രൂ ഔട്ട് ദ ലാസ്റ്റ് 9 to 10 years. കോവിഡ് പീരീഡിൽ എൻ്റെ പീക്ക് ടൈമായിരുന്നു. 33 കോടി രൂപ അക്രൂ ചെയ്തു. അത് വെച്ച് ഞാൻ 875 ഏക്കർ തെങ്ങിൻപുരയിടമാണ് മേടിച്ചത്. 875 ഏക്കർ തെങ്ങിൻപുരയിടം. എൻ്റെ അപ്പൂപ്പന് പോലും ഇല്ലായിരുന്നത്. എൻ്റെ അപ്പൂപ്പൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും കൂടെ ചേർത്ത് ഒരു 87 സെന്റ് പ്രോപ്പർട്ടി, 87 ഏക്കർ പ്രോപ്പർട്ടി വന്ന ഭാഗ്യം. ഞാൻ 875 ഏക്കറാണ് മേടിച്ചേക്കുന്നത്. ഈ 450 ഏക്കറിന് വേണ്ടി പൈസ അഡ്വാൻസ് കൊടുത്തിട്ടുമുണ്ട്. അത് ഓഗസ്റ്റ് 7. അതാണ് ആണുങ്ങൾ. പൈസയെ തന്തയുടെ തള്ളയുടെ പെൻഷൻ എടുത്തും അപ്പൂപ്പൻ്റെ വസ്തു വിറ്റും അമ്മൂമ്മയുടെ വസ്തു വിറ്റും പുളിശ്ശേരി അടിച്ചും അല്ല ജീവിക്കേണ്ടത്. എന്നിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള പേരും. ഞാൻ ഈ കസേര ഇരുന്നുകൊണ്ട് എല്ലാ പണികളും ചെയ്യിപ്പിക്കുന്നു. അതാണ് ആണ്. മനസ്സിലായോ? അതാണ് പണി, അതാണ് ബുദ്ധി. തലയിൽ ആളാമസം വേണം. അല്ല നീയൊക്കെ ബിസി ബിസി എന്ന് പറയുന്നല്ലോ. ഫോൺ ഞാനിതൊക്കെ പറയാൻ കാരണം നീയൊക്കെ ഫോൺ വിളിക്കുന്നത് എന്തോ ബിസി. നീയൊക്കെ എത്ര ഉണ്ടാക്കുന്നുണ്ട് മാസം? ചില കൂടിപ്പോയി കഴിഞ്ഞാൽ 3 ലക്ഷം ഉണ്ടാക്കുന്നുണ്ടാവും അല്ലടാ? ഏതാണ് അതിനേക്കാളും ഉണ്ടാക്കുന്നത്? കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും നീയൊക്കെ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. ഏകദേശം 30 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നീ 3 കോടി പോലും ഉണ്ടാക്കുന്നില്ല. അത് പോട്ടെ, 3 ലക്ഷം പോയിട്ട് നീ 2 ലക്ഷം ഉണ്ടാക്കിയ ഭാഗ്യം. അതൊക്കെയാണ് പീക്ക്. സാലറിക്ക് നമുക്കറിയാവുന്നതാണ് ഓരോരുത്തർ കിട്ടുന്നത് ഇത്രയാണ്. നീയൊക്കെ എന്തിനു കൊള്ളാം? വിറ്റ് തിന്നുന്ന എന്നിട്ട് ഇപ്പോഴും പെൻഷൻ എടുത്ത് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ശ്യാമിന്റെ കാര്യം തന്നെ എടുക്കാം. അവനിപ്പോഴും അമ്മായിയമ്മയുടെ പെൻഷനിലാണ് ജീവിക്കുന്നത്. നാരായണൻകുട്ടി അപ്പൂപ്പൻ്റെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെൻഷൻ അവൻ അപ്പൂപ്പനെ കൂടെ നിർത്തി അപ്പൂപ്പൻ്റെ പെൻഷൻ ആദ്യം എടുത്തു. പിന്നീട് അമ്മൂമ്മയെ കൂടെ നിർത്തി അമ്മൂമ്മ അപ്പൂപ്പൻ്റെ പെൻഷൻ എടുത്തത് കൂടെ എടുത്തു. ഇതെന്താ ബാക്കിയുള്ള മക്കൾക്ക് അവകാശപ്പെട്ടതല്ലേ? വല്യമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും അവകാശപ്പെട്ടതല്ലേ? നീ എന്തോ ഇതിനകത്താണ് അച്ഛനമ്മയും കൂടെ നിർത്തി എന്ന് പറഞ്ഞ് കുറേ നേരം ഉണ്ടാക്കുന്നത്. ഞാൻ അച്ഛനമ്മയും കൂടെ നിർത്തി, ശരിയാണ്. അവർ എന്തോ പെൻഷൻ എടുത്തു, അവർ എന്തോ ചെയ്തു, അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതല്ല. ഞാനും എന്തോ എടുത്തടാ പൈസ. നീ എൻ്റെ ഇത് പൈസ മേടിച്ചിട്ടില്ല. അല്ല നീ എനിക്ക് എന്തോ തന്നിട്ടുണ്ട് ഇതുവരെ പൈസ ആയിട്ട്? നീ എനിക്ക് എന്തെങ്കിലും പൈസ തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു 100 ഇരട്ടി ഇരച്ച് തന്നിട്ടില്ലേ നിനക്ക്? നാണം കെട്ടവനെ. കണക്ക് പറഞ്ഞാൽ എനിക്കെല്ലാം കണക്ക് പറയേണ്ടി വരും. നീ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് കയറി എന്തു പറഞ്ഞേ? സംസാരിക്കേണ്ട പോണമെന്നോ? വീട്ടിൽ കയറി വന്ന് എങ്ങനെയാണോ സംസാരിക്കുന്ന മൈരെ? എടാ താലി, മനുഷ്യരെ മര്യാദയ്ക്ക് ഫോൺ നീ വിളിച്ചാ ഞാൻ വിളിക്കുമ്പോൾ നീ കോഡ് കട്ട് ചെയ്യും. നീ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാറില്ലേ? പൊട്ടി പലയാടി മോനെ. നീ ഇനി ജീവിതത്തിൽ ഞാൻ നിന്റെ അടുത്ത് സോറി എന്ന് പറഞ്ഞത് ഐ ആം റിയലി സോറി. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നീയൊരു അസൽ ഇഡിയറ്റാണ്, നീ വഞ്ചകനാണ്. ഗുഡ് ഫോർ നത്തിങ് ഫെലോ. നിനക്ക് എൻ്റെ സക്സസിനകത്ത് അസൂയാണ് റാസ്കൻ. SP ജോലി കിട്ടിയപ്പം അതിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെട്ടത് നീയല്ലടാ. നിനക്ക് 18 ലക്ഷം പരീക്ഷ പോയിട്ട് 18 പേരെ എഴുതിയ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് വരാൻ പറ്റൂടാ ഇഡിയറ്റ്. നീ അപ്പൂപ്പൻ റെക്കമെൻഡേഷൻ അല്ലാതെ നിനക്ക് ND സെലക്ഷൻ കിട്ടിയോ? നീ എന്തുവാ ND സെലക്ഷൻ കിട്ടിയോ? നിനക്ക് SSC CGO എങ്കിലും കിട്ടിയോ അറ്റ്ലീസ്റ്റ്? നീ എന്തുവാണ്? യു ആർ എ വേസ്റ്റ്. നീ സെന്റ് ജോർജ് സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. അത് അപ്പൂപ്പൻ്റെ മിലിറ്ററി ഇതിനകത്ത് റെക്കമെൻഡേഷൻ കിട്ടിയതാ. മനസ്സിലായോടാ ഇഡിയറ്റ്? ആണുങ്ങളെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ കിട്ടുന്നത്. വല്യച്ഛൻ ലെഫ്റ്റനന്റ് കേണല. നീ ജനറൽസിനെ കുറെ അറിയാമെന്ന് പറഞ്ഞല്ലോ. അയാളുടെ കല്യാണത്തിന് വന്നു, ശരിയാ, വന്ന് അങ്ങനെയുള്ളവരാ. സ്വന്തം നിന്നേക്കാൾ വയസ്സുണ്ട്, എൻ്റെ വല്യമ്മയ്ക്ക് നിന്നേക്കാൾ വയസ്സുണ്ട്. അവരുടെ വന്നു. അവര്
രണ്ടാമത്തെ കല്യാണം ആയതുകൊണ്ട് അതിന് ആ രീതിയിലുള്ള ഒരു സമ്മാനം തന്നു. 2000 രൂപ. അത് എൻ്റെ ചെലവിൻ്റെ 1% .0% പോലും ആയില്ല. പക്ഷേ ആ സ്നേഹം, ആ വന്ന മെനക്കേട്, അവർ കാർ പോലുമല്ല, അവർ ട്രെയിനിൽ വന്നിറങ്ങി ഓട്ടോ പിടിച്ചു വന്നു. അതാണ് ആ സ്നേഹം. നീ എൻ്റെ വേണ്ടാത്ത സമയത്ത് എപ്പോഴാണ് കൂടെ വന്നിട്ടുള്ളത്? നല്ല സമയത്ത് നിന്ന് പുട്ടടിക്കുന്നതല്ലാതെ. എൻ്റെ അച്ഛൻ്റെ പീക്ക് ടൈമിൽ ഇവിടെ വന്നിരുന്ന് നീ എത്ര ഹോസ്റ്റലിൽ താമസിച്ചടാ? നീ എത്ര മാസം ഹോസ്റ്റലിൽ താമസിച്ച്? നീ എത്ര മാസം ഹോസ്റ്റലിൽ താമസിച്ചടാ? വർഷങ്ങളോളം. എൻ്റെ 5ാം ക്ലാസ് തൊട്ട് തുടങ്ങി നീ 10ാം ക്ലാസ് വരെ, അല്ല എന്തേ പറയുന്ന പ്രീ ഡിഗ്രി, പിന്നെ എൻ്റെ എഞ്ചിനീയറിംഗ് ഡിഗ്രി, ആ സമയത്തൊക്കെ അതിനുശേഷവും കെട്ടിപ്പറക്കി വന്ന്. പിന്നെ നിന്റെ പിരിവ് തുടങ്ങി, കുടുംബ സമ്മേളനം മാങ്ങാത്തൊരി, പിന്നെ നിന്റെ അമ്പലം, 1ാമത്തെ പിരിവ്, 2ാമത്തെ പിരിവ്, 3ാമത്തെ പിരിവ്. എടാ എന്തു പാടേ ഇയാൾ കെട്ടുന്നത്? ഞാൻ ഇവിടെ കെട്ടിയിട്ട് എനിക്കറിയാം ഓരോ കൺസ്ട്രക്ഷൻ്റെ ചിലവ് എത്രയായിരുന്നു. നീ ഒരു മാങ്ങത്തൊരി അമ്പലം കെട്ടിവെച്ചിട്ട് അതിനകത്ത് ഇത്ര പൈസ ആയെന്ന് പറഞ്ഞാൽ ആർക്കാ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇഡിയറ്റ്. നിനക്ക് പറഞ്ഞു പറ്റിക്കാൻ പറ്റും. മോഹൻ മാമനെയും അജിമാമനെയും അഞ്ചുകുന്നമ്മയെയും ഗോപിച്ചുറ്റപ്പനെയും കൊച്ചുമോൻ മാമനെയും ഹരിമാമനെയും ശൈലജ മാമിയെയും ഒക്കെ പറഞ്ഞു പറ്റിക്കാം. പക്ഷേ അവിടെ ചിലർക്ക് നിന്റെ സത്യം അറിയാം. നീ വെള്ളം അടിക്കുന്നത് എന്തുവാടാ? നീ സ്കോച്ച് വെച്ചിക്കാതെ വെള്ളം ആഡ് ചെയ്ത് വെച്ചേക്കല്ലേ ഇവിടെ? നീ വാടകയ്ക്ക് സ്ഥലം കൊടുക്കാതെ നിനക്ക് എന്തുവാണ് സ്വന്തമായിട്ടുള്ളത്? നീ നടത്തി 2 ബിസിനസ് പൊളിഞ്ഞില്ലേ? ഇഡിയറ്റ്. നിനക്ക് എന്തോ ബിസിനസ് അറിയാം? നീ എന്നിട്ട് എന്നെ പഠിപ്പിക്കുന്നോ? നീ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നോ? എന്തിനാണ് മൈരെ വല്ലവൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്? നീ വീഡിയോ ഇട് സ്വന്തമായിട്ട്. എൻ്റെ പകുതി വ്യൂസ് ഉണ്ടോ നോക്ക്. റാസ്കൽ പട്ടിത്താടി. അതേനെ അനിയെടുത്ത് പറയാനുള്ളത്. നീ വല്ലവരുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയല്ലേ? എൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത്. അതെനിക്ക് ദോഷം കൂടത്തേ ഉള്ളൂ. നീ എന്തോ ഉണ്ടാക്കിട്ടാ മൈരെ. നിനക്ക് കുടുംബ വീട് കിട്ടിയില്ലടാ, പത്മവിലാസം. നിനക്ക് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി കിട്ടിയില്ലടാ. നിന്റെ കല്യാണത്തിന് പൈസ സ്പെൻഡ് ചെയ്ത് ആരാ? നിന്റെ കല്യാണത്തിന്റെ വീട് റെനോവേറ്റ് ചെയ്യപ്പം അച്ഛൻ അത് തന്നെയായടാ 1 ലക്ഷം രൂപ. നിന്റെ കല്യാണത്തിന് വേണ്ടി ഇവിടെ എല്ലാത്തിനും ഇവിടെ കൊടുത്തപ്പം അതിനായി വേറെ 1 ലക്ഷം രൂപ. അതിന്റെ തണ്ട കൊണ്ടുവന്ന പൈസയാണോടാ മൈരെ? ഇവിടെ കാണുന്ന അലവരാതി അപ്പച്ചിമാരും കിപ്പച്ചിമാരും എല്ലാം മാവരിയിലൂടെ കയറി ഇറങ്ങിയല്ലോ. മത്സരം, അരിയാട്ട് മത്സരം, അതുകൊണ്ട് മത്സരം, തേങ്ങ മത്സരം, മാങ്ങാട്ട് മത്സരം. ബിസ്ക്കറ്റ് മേടിച്ചു വെച്ചിരിക്കുന്നതിന്റെ കോസ്റ്റ് അറിയായിരുന്നോടാ നിനക്ക് കൊടുക്കാൻ വേണ്ടി. സിഗരറ്റ് അതിനൊക്കെ തന്നെ പണ്ട് സിഗരറ്റ് കൊടുക്കുമായിരുന്നില്ല അടുത്ത സമയത്ത്. എന്ത് എടാ മൈരെ, നന്ദി വേണോടാ പൂറിമോനെ. എടാ നിന്റെ ആന കാരണം നമുക്ക് നഷ്ടം വന്ന എത്രയെന്നറിയോടാ? 3 ഫിയറ്റ് കാറാ നശിച്ചത്. അന്നത്തെ വില എത്ര തന്നെയാണ് ഫിയറ്റ് കാറിന്? നീ നശിപ്പിച്ച സമയത്ത് 1,20,000 രൂപയാണ്. അറിയോടാ ഇപ്പോഴത്തെ എത്ര രൂപയെന്നറിയാവത്? 1,20,00,000 കൂടുതലാണ് അത്. 3,60,00,000 പൊലാടി മോനെ നീ നശിപ്പിച്ചത്. അത് കൂടാതെ 2 ആൾക്കാരെ കൊന്നു. അതിനുവേണ്ടി കോമ്പൻസേഷൻ ആരെ കൊടുത്ത? അന്ന് 5 ലക്ഷം വെച്ച് കൊടുത്തത് എൻ്റെ അച്ഛനാ. പട്ടി, നന്ദിയില്ലാത്തവനെ. ഭാര്യ എടുത്തും അതും കള്ളതരം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട്, മക്കളുടെ അടുത്ത് കള്ളതരം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അതും പറഞ്ഞു നടക്കുന്നു. ഒന്നും കിട്ടിയില്ല. എന്നിട്ട് എന്നെ എരുന്ന് വാങ്ങിയില്ലടാ നീ. ഞാൻ ട്യൂഷൻ എടുത്ത പൈസ വരെ നീ എരുന്ന് വാങ്ങിയില്ലടാ. നീ ആശുപത്രി കിടന്ന പൈസ എൻ്റെ അച്ഛൻ തന്നപ്പോൾ നീ എന്തുവാ നിന്റെ ഭാര്യ പറഞ്ഞ? എറിഞ്ഞിട്ട് പോയെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞെന്ന് കിടന്നോ? എൻ്റെ അച്ഛൻ കിടന്ന് പറയത്തില്ല. പട്ടി പൊലാടി മക്കളെ, നീയൊക്കെ അനുഭവിക്കും. നിന്റെ 10,000 രൂപയല്ല, നിന്റെ എല്ലാം മേടിച്ചെടുക്കാനുള്ള ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരു തെളിവുകളുണ്ട്. പൈസയെല്ലാം സ്പെൻഡ് ചെയ്ത തെളിവുമുണ്ട്. നീ വിറ്റതിൻ്റെയൊക്കെ തെളിവുമുണ്ട്. നീ ബ്ലാക്ക് മണിയിലല്ലേ വിറ്റത്? അതിനും തെളിവുണ്ട്.